സോ നിങ്ങൾ ഈ സ്ക്രീനിൽ ഒരു പടം കാണുന്നുണ്ടാവും. ഓക്കെ, ഈ പടം ഞാൻ വരച്ച അല്ലെങ്കിൽ പിക്ചർ കാണിച്ചതിന്റെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. രണ്ട് വാക്കുകൾ നമ്മുടെ നോട്ടില് രണ്ട് വാക്കുകളാണ്. ദാറ്റ് ഈസ് ഒന്ന് സോളിസ്റ്റ് ആൻഡ് അതർ ഈസ് ഇക്വിനോക്സ്. ഇക്വിനോക്സ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോ ഈ വരച്ച പിക്ചറിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. നമ്മളുടെ എർത്ത് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വട്ടത്തിലിരിക്കുകയും അതിന്റെ ഇക്വേറ്റർ അതിന്റെ സെന്ററിൽ കൂടെ പോവുകയും അതിന് നേരെ നടുക്കൂടെ ഒരു ആക്സിസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആക്സിസ് ആൻഡ് 0 ഡിഗ്രി ഇക്വേറ്റർ. അപ്പൊ ഞാനിപ്പോ ഈ വരച്ചതുപോലെ അല്ല ഇൻ റിയാലിറ്റിയില് ഈ ആക്സിസ് ഇരിക്കുന്നത്. ആക്സിസ് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ ശരിക്കും എർത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാൻ ഈ വരച്ച റെഡ് കളറിൽ ഞാൻ വരച്ച രീതിയിലല്ല ഇരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടായിരിക്കുക. സോ ശരിക്കും എർത്ത് ഇരിക്കുന്നത് വേറൊരു ഫോമിലായിരിക്കുക. അതിലെ ആക്സിസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല, അത് കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുക. ഇതാ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇക്വേറ്ററും കുറച്ച് മുകളിലോട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇക്വേറ്റർ ഇതാ ഇങ്ങനെയാണ് ചെരിഞ്ഞായിരിക്കേണ്ടത്. അപ്പൊ ഇതാണ് ശരിക്കും എർത്തിന്റെ ഒറിജിനൽ ഷേപ്പ് അല്ലെങ്കിൽ ഒറിജിനൽ ലൊക്കേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ചെരിഞ്ഞ എർത്തിരിക്കുന്നത് കൊണ്ട് പല പല അഡ്വാൻറ്റേജസ് നമുക്കുണ്ട്. ആ അഡ്വാൻറ്റേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പിക്ചറാണ് നമ്മളിപ്പോ വരച്ചു വെച്ചിരിക്കുന്ന പിക്ചർ. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ പിക്ചറിൽ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്ന് ജൂൺ മാസം, ദെൻ അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പോകുന്നത് ഡിസംബർ മാസം. അപ്പൊ ഒരു വർഷത്തിന്റെ നമ്മൾ സെമിസ്റ്റർ എന്ന് പറയില്ല, 6 മാസം 6 മാസം. അപ്പൊ 6 മാസത്തെ ഗ്യാപ്പാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജൂൺ കഴിഞ്ഞാൽ പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇവിടെ വന്നു. ദെൻ സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇവിടെ വന്നു. നവംബർ കഴിഞ്ഞാൽ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇവിടെ വന്നു. ഏപ്രിൽ, മെയ്, വീണ്ടും ജൂൺ ഇവിടെ വന്നു. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഈ എർത്ത് എന്ന് പറയുന്ന സാധനം സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സൂര്യൻ എന്ന് പറയുന്നത് സെൻട്രലി ഒരിടത്ത് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന സ്ഥലം മാത്രമാണ്. അല്ലാതെ സൂര്യൻ ഇങ്ങനെ ആരുടെ പുറകെ ഓടുന്നൊന്നുമില്ല. സൂര്യൻ ഇസ് ഫിക്സഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. സൂര്യൻ അടങ്ങുന്ന ടോട്ടൽ സോളാർ സിസ്റ്റവും അതടങ്ങുന്ന മിൽക്കി വേയും ടോട്ടലി മൂവ് ചെയ്യുന്നുണ്ടെന്ന ഒരു പ്രപഞ്ച സത്യം ഉണ്ട്. തൽക്കാലം അത് പിന്നെ പഠിക്കാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചു. അപ്പൊ എന്റെ പോയിന്റ് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ എർത്ത് എന്ന് പറയുന്ന സാധനം ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഇപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഞാൻ ഇപ്പൊ ഈ ഒരു ജൂൺ മാസത്തെ പിക്ചർ ഞാൻ വരയ്ക്കുവാണെങ്കിൽ ഇക്വേറ്റർ ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അടുത്തതിന് നോക്കിയാലോ, ഇക്വേറ്റർ ഇതാ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. കണ്ടോ? അപ്പൊ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ പിക്ചറിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ സമ്മർ ജൂണിലാണ് പറയുന്നത്, ജൂൺ മാസം. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ആ പിക്ചറിന്റെ അകത്ത് നോർത്തേൺ ഹെമിസ്ഫിയറും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറും ഉണ്ട്. ഇതിൽ നോർത്തേൺ ഹെമിസ്ഫിയറില് ഏകദേശം 70% സൺലൈറ്റ് കിട്ടുന്നുണ്ട്, 30% കിട്ടുന്നില്ല. കാരണം ഇക്വേറ്ററിന്റെ മുകളിലുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിൽ കണ്ടോ, സൺലൈറ്റ് വീണ് കിടക്കുന്നത് തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലം കണ്ടോ, കൂടുതലാണ്. തെളിഞ്ഞു നിൽക്കാത്ത സ്ഥലം കുറവാണ്. ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് 30% എന്ന് പറയാം. ആ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലോ സദേൺ ഹെമിസ്ഫിയർ നോക്കിയപ്പോഴോ 30% സൺലൈറ്റ് ഉള്ളൂ, എന്നാൽ 70% ഡാർക്ക്നെസ് ആണ്. ഈ ഒരു പോയിന്റിനെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിനെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് സമ്മർ ആൻഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഇറ്റ് ഈസ് വിന്റർ. അതെന്തുകൊണ്ടാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് കൂടുതൽ വീഴുമ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് സമ്മർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് അവിടെ വാലിഡേറ്റ് ആയി. ആൻഡ് ഓൾസോ വിന്റർ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ എന്ന പോയിന്റ് ഈസ് ഓൾസോ വാലിഡേറ്റഡ്. ഇതിനെയാണ് നമ്മൾ സമ്മർ സോളിസ് എന്ന് പറയുന്നത്. സിമ്പിൾ. സിമിലർലി 6 മാസത്തെ ഗ്യാപ്പിന് അപ്പുറം നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും.
in the northern hemisphere and the southern hemisphere, if we cross-check, we will realize one fact that in the northern hemisphere, sunlight will reach or fall only 30% of the northern hemisphere area, and the 70% of the northern hemisphere is in darkness. But that is not the case with the southern hemisphere. 70% sunlight is there in the southern hemisphere and 30% is darkness. So hence we can assume that in December time period, winter is there in the northern hemisphere and summer is there in the southern hemisphere. ഇത്രയുള്ള പോയിന്റ്സ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിക്കുക. Why this happened? Because this happened because നമ്മുടെ എർത്ത് കുറച്ച് ചെരിഞ്ഞിരിക്കുന്നുണ്ടാണ്. ഇത് നേരെയാണ് ഇരുന്നത്. ഞാൻ ആദ്യം വരച്ച ഫിഗർ പോലെ നേരെയാണ് ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ 70% 30% വരില്ലായിരുന്നു, 50% വന്നാൽ. സോ ഐ ഓൾവേസ് ബിലീവ് ദർ ഇസ് എ മാസ്റ്റർ ക്രിയേറ്റർ കൺട്രോളിങ് എവരിത്തിങ് എന്ന് പറയും. അതിനെ പല ഊളകളും പല ദൈവങ്ങളാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദർ ഇസ് എ മാസ്റ്റർ ക്രിയേറ്റർ, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദർ ഇസ് എ മാസ്റ്റർ മൈൻഡ്. Some people will call it as the super consciousness. ഈ ഒരു മാസ്റ്റർ മൈൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിയേറ്റർ ഇവിടെ ഉണ്ടായത് കൊണ്ടല്ലേ 70% 30% എന്നൊക്കെ വരുത്തണ്ടേ? അല്ലെങ്കിൽ നേരെ ചെരിച്ചു വെക്കാതെ നേരെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് 50-50 വരികയും നമ്മുടെ ഭൂമിയില് ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള സമ്മർ, വിന്റർ, സ്പ്രിംഗ്, ഓട്ടം എന്നീ 4 ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് വരാതിരിക്കുകയും ചെയ്തത്. നോക്കൂ, നേരെ മറിച്ച് ഇപ്പൊ നമുക്ക് സമ്മർ ഉണ്ട്, നമുക്ക് ഓട്ടം ഉണ്ട്, നമുക്ക് വിന്റർ ഉണ്ട്, നമുക്ക് സ്പ്രിംഗ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ഋതുക്കൾ, 4 ക്ലൈമറ്റ്സ് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇക്വിനോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ടാണ് വരിക. ഇക്വിനോക്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ടാണ് വരിക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 70-70 ആ ഒരു 30 കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അപ്പൊ ഈ ഒരു പിക്ചർ മനസ്സിൽ, ഇതിനൊരു സ്ക്രീൻഷോട്ട് എടുക്കണേ എടുത്തോളുക. ഈ ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ചു വേണം നമ്മൾ ഇനി നോട്ടിലേക്ക് വരാൻ. നോട്ടിലെ ആദ്യത്തെ ടോപ്പിക് ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എലാബറേറ്റ് ചെയ്തത്. സോ I will share that PDF note, so you can take the screenshot of this picture. I'll wait for a few seconds. 1 2 3 4 5. Now നോട്ട്സില് നമുക്കറിയാം എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഇന്ത്യയില് വേനൽക്കാലം വരുന്നുണ്ട്. ഭീകരമായ വേനൽക്കാലങ്ങൾ, ചൂട് കൂടുന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ആണ് 2022 ന്യൂസിൽ ഉണ്ടായിരുന്നത്. ജൂൺ 21 സമ്മർ ഓഫ് സോൾസ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഒരു സമ്മറിന്റെ ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിങ് തുടങ്ങുക, പിന്നെ അങ്ങോട്ട് ചൂടാ എന്ന് പറയണ പോലെ. അപ്പൊ ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിലോ, ഇൻ സമ്മർ സോളിസ്റ്റ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ആസ്ട്രോണോമിക്കൽ സമ്മർ ആൻഡ് ഒക്കേഴ്സ് വെൻ ദ എർത്ത് ഹാസ് ഇറ്റ്സ് മാക്സിമം ടിൽറ്റ്. ചെരിവ് കണ്ട, ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്, ടിൽറ്റ് ടുവേർഡ്സ് ദ സൺ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് അവിടെ ക്ലിയർ ആയിരിക്കും. അപ്പൊ എവിടെയാണ് സൺലൈറ്റ് കൂടുതൽ, എവിടെയാണ് സൺലൈറ്റ് കുറവെന്നൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. ടെമ്പറേറ്റ് റീജിയൻ സമ്മർ സോളിസ്റ്റിസ് ഈസ് വെൻ ദ സൺ റീച്ചസ് ഇറ്റ്സ് ഹൈയസ്റ്റ് പോയിന്റ് ഇൻ ദ സ്കൈ. നല്ല വെയിൽ വരും ആ സമയം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവും. ആ പോയിന്റ് ആണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് മാത്രം ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ ഈ സോളിസ്റ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഏതൊക്കെ വർഷമുണ്ട്? ട്വൈസ് പെർ ഇയർ ഓൾറെഡി ഉണ്ട്, നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ജൂണിലും വരും, ഡിസംബറിലും വരും. അപ്പൊ ജൂണിൽ വരുമ്പം നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ഡിസംബർ വരുമ്പോൾ അത് സദേൺ ഹെമിസ്ഫിയർ. സിമിലർലി നമ്മൾ ഇക്വിനോക്സ് എന്നൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇക്വിനോക്സ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ചുകൂടെ നമുക്കൊരു ഐഡിയയിൽ വേണം പോവാൻ. ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഡേ വിത്ത് ആൻ ഈക്വൽ ഡ്യൂറേഷൻ വിത്ത് നൈറ്റ്. അപ്പൊ രാവിലെ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഡേ ആണെങ്കിൽ 12 മണിക്കൂർ നൈറ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ സോളിസ് പീരീഡിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഡേ കൂടുതലും നൈറ്റ് കുറവായിരിക്കും. അത് എങ്ങനെയൊക്കെ മാറും? ജൂണിലും ഡിസംബറിലും അത് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ജൂണില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും. എന്നാൽ ഡിസംബർ ആകുമ്പോഴോ സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടും, കാരണം സൂര്യപ്രകാശം കൂടുതലാണ്. മുമ്പേ പഠിച്ച പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ 2 കൺസെപ്റ്റുകൾ ഓർത്തു വെക്കുക. ഒന്ന് സോളിസ് ആൻഡ് ഇക്വിനോക്സ്. ഓക്കെ, സോ ഈ ഇക്വിനോക്സും സോളിസും ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടിൽറ്റ്. ഒരു ചെറിയ ചെരിവുണ്ട് ഓഫ് യുവർ എർത്ത്.
ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ബിഗ് നോട്ട്സില് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കൺസെപ്റ്റ് പോയിന്റ് ആണിത്. ഞാൻ ആ പറഞ്ഞ മാസങ്ങൾ, ഭൂമിയുടെ ചെരിവ്, ഇക്വേറ്റർ, 4 ക്ലൈമറ്റ് സിറ്റുവേഷൻസ്, ഇക്വിനോക്സ് പോലെ മറ്റേ ഓട്ടം സ്പ്രിംഗ് വെതർ സിറ്റുവേഷൻസ്, 4 സീസൺസ് ഒക്കെ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത പിക്ചർ വെച്ചിട്ട് ഓർത്തു വെക്കണം. അടുത്തത് ഇന്ത്യസ് എമർജിംഗ് ട്വിൻ ഡെഫിസിറ്റ് പ്രോബ്ലം. ഓക്കെ, TDP, ട്വിൻ ഡെഫിസിറ്റ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ എല്ലാ വർഷങ്ങളിലും നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്. എവറി ഇയർ, എല്ലാ വർഷവും ജനുവരി മാസം 31-ാം തീയതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് പബ്ലിഷ് ചെയ്യും? എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യും. ദെൻ ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്കില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബജറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോഴും ബജറ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും കാൽക്കുലേഷൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് പറയുന്നവരാണ് ട്വിൻ ഡെഫിസിറ്റ് പ്രോബ്ലം. ഡെഫിസിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കമ്മി, കുറവ് എന്നാണ്. ട്വിൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 key area of concerns of the Indian economy. ആ 2 ഏരിയ ഏതൊക്കെയാണ്? ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. രണ്ടും ഞാൻ വളരെ സാധാരണ ഭാഷയിൽ പറഞ്ഞ, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനക്കമ്മി, കാശില്ല, മൊത്തത്തിൽ കാശില്ല. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാലോ, കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാങ്കിലൊക്കെ കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അത് ബാങ്കിലൊക്കെ നമ്മൾ 3 അക്കൗണ്ടുകൾ പറയാറുണ്ട് അല്ലെ. ഒന്ന് സേവിങ്സ് അക്കൗണ്ട് പറയും, കറണ്ട് അക്കൗണ്ട് പറയും, പിന്നെ നമ്മൾ പറയും ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നൊക്കെ. ഇതിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്ത് പെർമിഷൻ ഒക്കെ എടുത്ത് വേണം നമ്മൾ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് വിഡ്രോ ചെയ്യാൻ. സേവിങ്സ് അക്കൗണ്ട് അങ്ങനെ പെർമിഷൻ ഒന്നും വേണ്ട, എന്നാലും കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോ എങ്ങനെ എവിടെ വെച്ച് വേണം എടുക്കുക എന്നുള്ളതാണ്. ബിസിനസ്സുകാർക്കൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് ഒരു പൈസ ഒരു പർപ്പസ്, ഉപയോഗത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കയ്യിൽ പോക്കറ്റിൽ എത്ര രൂപയുണ്ടോ അതാണ് കറണ്ട്, ഇപ്പൊ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു കുറവുണ്ട്. അപ്പൊ ഒരു രാജ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ള പൈസയുടെ കുറവ് വരുവാണെങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നും, മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയും ട്വിൻ ഡെഫിസിറ്റ് പ്രോബ്ലം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കാം. ഗവൺമെന്റിന്റെ റവന്യൂ, വരവ്, take a hit following cuts in the excise duty on diesel and petrol. Absurd risk of budget level gross fiscal deficits have emerged. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റിന്റെ വരുമാനം, റവന്യൂല് പെട്രോളിൽ നിന്ന് കിട്ടുന്നതും മറ്റുള്ള എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളിലും കനത്ത കുറവുണ്ടായാൽ എന്ത് പറ്റും? ആ ഗവൺമെന്റിന് കയ്യിൽ ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് വരും. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്പെസിഫിക് സബ് പാർട്ടുകളാണ്. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്. ഇതിനാണ് നമ്മൾ ട്രേഡ് അക്കൗണ്ട് എന്ന് പറയാം. ഒരു രാജ്യത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നോ എന്തൊക്കെ സാധനങ്ങളോട് കയറ്റി അയക്കുന്നുണ്ടെന്നോ നമ്മൾ പറയുന്നതിന് ഒരുമിച്ച് പറയുന്ന വാക്കാണ് ട്രേഡ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും സർവീസ് ഉണ്ടല്ലോ, അത് ശരിക്കും വേറൊരു ടേമിൽ നമ്മൾ പറയാറുണ്ട്. അതിനാണ് ഇൻവിസിബിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ള, അതായത് ഒരു രാജ്യത്ത് എത്രത്തോളം സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു, എത്രത്തോളം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു, പോയിന്റ് നമ്പർ 1. അടുത്തത് എന്തൊക്കെ സർവീസുകൾ എക്സ്പോർട്ട് ചെയ്തു, എന്തൊക്കെ സർവീസുകൾ ഇമ്പോർട്ട് ചെയ്തു. ഈ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഉദാഹരണം പറഞ്ഞത് ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുഡ് ഐറ്റംസ് ആണ്. ഒരു സാധനം, ഒരു തേങ്ങ അല്ലെ ബിസ്ക്കറ്റ്, പാക്കറ്റ്, ഇതൊക്കെ നമ്മൾ ഗുഡ്സ് ആണ്. നേരെ മറിച്ച് ഞാൻ ചെയ്ത ജോലി അല്ലെ, ഞാൻ ഒരാൾക്ക് വേണ്ടി എന്താ പറയാ, അയാളുടെ മുടി വെട്ടി, അല്ലെങ്കിൽ തലമുടി ഞാൻ വെട്ടി എന്ന് പറയാം. തലമുടി വെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജോലിയാണ്. ആ ജോലിനെ തേങ്ങ പോലെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനെയാണ് സർവീസ് നമ്മൾ പറയാ. അപ്പൊ ഈ സർവീസുകളും ഇന്ത്യ എന്നുള്ള രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടി വേറെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ വേറെ രാജ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ കൊടുക്കലും വാങ്ങലും ചെയ്യുന്ന മെറ്റീരിയൽ സാധനങ്ങളും
അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇമ്പോർട്ടിന് എക്സ്പോർട്സിനെയാണ് നമ്മൾ ട്രേഡ് അക്കൗണ്ട് എന്ന് പറയാ. നമ്മൾ ചെയ്യുന്ന സർവീസുകളുടെ ഇമ്പോർട്ടിന് എക്സ്പോർട്ടിനെ നമുക്ക് കാണാൻ പറ്റില്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഇൻവിസിബിൾ അക്കൗണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് അല്ലെങ്കിൽ നെറ്റ് ഇഫക്ട് ഓഫ് ദ ട്രേഡ് അക്കൗണ്ട് ആൻഡ് ദ ഇൻവിസിബിൾ അക്കൗണ്ട്. ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ അതിലൊരു കുറവാണ് വരുന്നത്, ഡെഫിസിറ്റ് ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി, എക്സ്പോർട്ട് ഇമ്പോർട്ട്സ് ഗുഡ്സിലും അതുപോലെ എക്സ്പോർട്ട്സ് ഇമ്പോർട്ട് സർവീസിലും കുറവ് വരികയും ചെയ്താൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവും. ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റും ഒരു രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്ത് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ടിൻ ഡെഫിസിറ്റ് പ്രോബ്ലം എന്ന് പറയും. ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്നാണ് റിയാലിറ്റിയിൽ പറയാ, എങ്കിലും ഓർത്ത് വെച്ചാൽ നിങ്ങൾ ട്വിൻ ഡെഫിസിറ്റ് പ്രോബ്ലം. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അടുത്താണ് കാലിൻഗ്രാഡ്. കാലിൻഗ്രാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സിറ്റിയാണ്. മോസ്കോ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? റഷ്യയില്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ സിറ്റിക്ക്. സിറ്റി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഒരു പടം വരയ്ക്കാൻ വെച്ചു. പടം വരയ്ക്കണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാലും മതി. കാലിൻഗ്രാഡ് നമുക്കറിയാം, ഡെഫിനറ്റ്ലി മോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ഇത് സംവെയർ നിയർ ടു റഷ്യ. ഓക്കെ, അപ്പൊ റഷ്യ എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഈ സാധനം പോളണ്ടിന്റെയും ലിത്വാനിയയുടെ ഇടയിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സൈഡിലായിട്ട് എന്താണിക്കും? ഇവിടെ ഒരു ബാൾട്ടിക് സീ കേട്ടിട്ടുണ്ടോ? ബാൾട്ടിക് സീയുടെ അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് ഉണ്ട്, തീരപ്രദേശം. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ കാലിൻഗ്രാഡ് സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്യാപിറ്റലാണ് ആ സ്ഥലത്തിന്റെ സ്വാഭാവികമായിട്ടും. അപ്പൊ അവിടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയുടെ ഒക്കെ ഇമ്പാക്ട് ഉണ്ടായിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ട് ഒരു കുഞ്ഞു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യ എന്നുള്ള രാജ്യം ഇത് പതുക്കെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ചെറിയൊരു സ്ഥലം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. അപ്പൊ ഇതിൽ ലിത്വാനിയയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ ലിത്വാനിയുടെയും പോളണ്ടിന്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം. ഓക്കെ, അപ്പൊ ഇവിടെ ലിത്വാനിയ എന്താ പറയുന്നത്? സിംപ്ലി അഡറിംഗ് ടു ദ യൂറോപ്യൻ യൂണിയൻ വൈഡ് സാങ്ഷൻ ഓൺ മോസ്കോ. ഈ കാലിൻഗ്രാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റഷ്യൻ എൻക്ലേവ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ റഷ്യ, പോളണ്ട് ആൻഡ് ലിത്വാനിയ. അപ്പൊ ഇത് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് സോവിയറ്റ് ട്രൂപ്പ് നാസി ജർമ്മനിയുടെ നിന്ന് പിടിച്ചെടുത്ത. അപ്പൊ സോവിയറ്റിന്റെ കയ്യിലാണ് നിൽക്കുക. ഈ ഭാഗം സോവിയറ്റിന്റെ ടെറിട്ടറിയിൽ വന്നിട്ടുണ്ട്. അത് സോവിയറ്റിന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി അവർ എഗ്രിമെന്റിന്റെ പേരാണ് പോസ്ഡാം എഗ്രിമെന്റ് എന്ന് ഓർത്ത് വെച്ചോളാം. പോസ്ഡാം എഗ്രിമെന്റ്. അപ്പൊ പോസ്ഡാം എഗ്രിമെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്യാപ്ചറിംഗ് ഓർ എന്തായാലും പറയാ ഇൻകോപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് ഫ്രം നാസി ജർമ്മനി ബൈ ദ സോവിയറ്റ് ട്രൂപ്സ്. ഇപ്പൊ അതെവിടെയാണ്? പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും ഇടയിലാണെന്നുള്ളതും ഓർത്തു വെച്ചു. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഈ റഷ്യ ഗവൺമെന്റ് ഇതിനു വേണ്ടി അടിയുണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൺലി റഷ്യൻ പോർട്ട് ഓൺ ദ ബാൾട്ടിക് സീ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം റഷ്യയുടെ സൈഡൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മുകളില് പോളാർ റീജിയനോട് അടുത്ത് കിടക്കുന്ന റഷ്യൻ രാജ്യമാണ്. അപ്പൊ റഷ്യ എന്നുള്ള രാജ്യം അവിടെ കിടക്കും. അപ്പം റഷ്യയുടെ ഒട്ടുമിക്ക തുറമുഖങ്ങളും എന്തായിരിക്കും? അത് ഐസിൽ കിടക്കും. എന്നാൽ ഇത് ഐസ് ഫ്രീ ആണ്. എല്ലാ വർഷവും ഐസ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീസൺ കൂടെ ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് റീസൺ ആണ്. ഈ കാലിൻഗ്രാഡിന്റെ എന്ന സിറ്റിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ ഒരു ബാൾട്ടിക് സീ ഉണ്ടെന്ന്. ആ കടലിനോട് ചേർന്ന്, ബാൾട്ടിക് സീയോട് ചേർന്ന് കടലിനടിയിൽ കൂടെ ചൂടുവെള്ളം, വാം കറണ്ട് എന്ന് പറയും. ഓക്കെ, ഒരു വാം കറണ്ട് ഒഴുകുന്നുണ്ട്. ആ വാം കറണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒഴുകുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ ഓൺലി റഷ്യൻ പോർട്ട് ഓൺ ദ ബാൾട്ടിക് സീ ദാറ്റ് ഈസ് ഐസ് ഫ്രീ ഇയർ അറൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഐസ് ഉണ്ടാവില്ല, ഉരുകിപ്പോ. ഓക്കെ, അപ്പം ഒന്നാമത് നമ്മൾ ഈ നോട്ടിൽ പഠിച്ചത് സമ്മർ സൊലിസ് ആണ്, ഇക്വിനോക്സ് ആണ്, ദെൻ സീസൺസ് ആണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം ആണ്. അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്നും അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്നും ട്രേഡ് അക്കൗണ്ട് എന്താണെന്നും ഇൻവിസിബിൾ അക്കൗണ്ട് എന്താണെന്നും നിങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ റഷ്യയിലെ ഒരു സിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ പോയിന്റ് ഓർമ്മ വേണം. ഇനിയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമ്യൂസ്.
ഹോർമുസ് സ്ട്രെയിറ്റ്. ഞാൻ ജസ്റ്റ് നോക്കട്ടെ പടം എത്രത്തോളം ഭംഗിയാവുമെന്ന് അറിയില്ല, ഞാൻ വരച്ചോ നമുക്ക് മനസ്സിലാവും നോക്കാം. ഹോർമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് തുരുത്ത് മീൻസ് രണ്ട് വലിയ കടലുകൾക്കിടയിൽ കിടക്കുന്ന കുഞ്ഞു തുരുത്തിനെയാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഒരു ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇറാൻ കിടക്കും. ഇറാനോട് ചേർന്നാണ് നിങ്ങൾക്കറിയാം ഇവിടെ ഇറാഖ് എന്നൊരു രാജ്യം കിടക്കും. ഇത് വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ മതി, പിന്നീട് സമയം കിട്ടും. അതിനോട് ചേർന്ന് ഇവിടെ ഒരു കുനുപ്പ് പോലെ വി ഹാവ് എ കുവൈറ്റ് എന്നൊരു രാജ്യം കിടക്കുന്നു. ഈ കുവൈറ്റിനോട് ചേർന്ന് ഒരു ചെറിയ കുനുപ്പ് പോലെ ബഹ്റിൻ എന്നൊരു രാജ്യം കിടക്കും. ബഹ്റിൻ. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു കുനുപ്പ് പോലെ കിടക്കുന്നതാണ് ഈ ഖത്തർ എന്ന് പറയുന്ന സാധനം. എല്ലാം കുഞ്ഞു സിറ്റികളാണ്. ഓക്കെ, ഈ ഖത്തറിനോട് ചേർന്ന് ഒരു ചെറിയ പീസ് കിടപ്പുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഒമാൻ. ഈ ഒമാൻ ചാള എന്നൊക്കെ പത്രത്തിൽ അല്ല നിങ്ങള് റോഡ് സൈഡിലൊക്കെ മീൻ വിൽക്കുന്നവര് കൊടുക്കുന്നതാണ് ഒമാൻ ചാള. എന്തുകൊണ്ട് വെച്ചാൽ ഒമാനിൽ നിന്ന് പോയി പിടിച്ചോണ്ടിരുന്ന മീൻ ആയതുകൊണ്ടാണ് ഒമാൻ ചാള. ഒന്നിനും കൊള്ളൂല, യാതൊരു ടേസ്റ്റ്. പക്ഷെ ഇന്ത്യൻ തീരത്ത് വരുന്ന ചാളക്ക് വേറെ ടേസ്റ്റ്. ചാള മീൻസ് ഐ എം സേയിങ് മത്തി. ഓക്കെ, സോ ദിസ് ഈസ് ഒമാൻ. അപ്പൊ ഇതിനോടെല്ലാം ചേർന്ന് ഒമാനോടെല്ലാം ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ വലുതായിട്ട് രാജ്യം കിടപ്പുണ്ട്, ദാറ്റ് ഈസ് സൗദി അല്ലെങ്കിൽ സൗദി അറേബ്യ. ഈ ഒരു തുരുത്തില് ഇവിടെ ഇങ്ങനെ ഒരു രാജ്യം കിടപ്പുണ്ട്, ദാറ്റ് ഈസ് യമൻ. ഓക്കെ, അപ്പം ഞാൻ ഇറാൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ UAE എന്ന് പറഞ്ഞു. ഈ UAEയുടെയും ഇറാന്റെയും ഇടയിലായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ചെറിയ ലാൻഡ് മാസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ദിസ് ഈസ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. മനസ്സിലാക്കേണ്ടതാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഇതിനിടയിൽ എന്തുണ്ടായിരിക്കും, ഒരു വെള്ളം കിടപ്പുണ്ടാവുമല്ലോ. ദിസ് ഈസ് കോൾഡ് ആസ് ദ പേർഷ്യൻ ഗൾഫ്. ബ്ലൂ കളറിലെ പേർഷ്യൻ ഗൾഫ്, GULF, പേർഷ്യൻ ഗൾഫ്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വെള്ളം കിടപ്പുണ്ട്, ഈ ഏരിയയിലൊക്കെ ഉണ്ട്. വി കോൾ ഇറ്റ് ആസ്, നമുക്കറിയാം നമ്മുടെ അറേബ്യൻ സീ ആണ്. ഇതിനോട് അപ്പുറമാണ് ഇന്ത്യ എന്നുള്ള സാധനം, അറേബ്യൻ സീ. ഓക്കെ, ഈ അറേബ്യൻ സീയുടെ താഴെ ഇതിലൂടെ വീണ്ടും ഒരു കടൽ പോലെ ഈ ഒരു ഏരിയയിൽ കിടപ്പുണ്ടാവും, അതാണ് റെഡ് സീ. വേൾഡ് മാപ്പ് എടുത്ത് നോക്കിക്കോളൂ കേട്ടോ, സമയം കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ് റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും ഇടയിലാണ് കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ, യമൻ എന്നീ രാജ്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തു. അപ്പം ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് പത്രത്തിൽ ന്യൂസ് വരാനുള്ള റീസൺ കൂടെ നമുക്ക് നോക്കണ്ടേ. അവിടെ US-ന്റെ ഒരു നേവി ഷിപ്പ് fired a warning flare to wave off the Iranian Revolutionary Guard speedboat. അപ്പൊ നമുക്ക് ആ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി, അതിലൂടെ ഷിപ്പ് കപ്പല പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാന് അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഇസ് എ കോൾഡ് വാർ അല്ലെങ്കിൽ വാർ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് USA is going on. ഓക്കെ, അപ്പം നോക്കൂ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അവിടെ ക്ലിയർ ആയി. ഇറ്റ് ഇസ് എ വാട്ടർ വേ സെപ്പറേറ്റ്സ് ഇറാൻ ആൻഡ് ഒമാൻ, ലിങ്കിങ് ദ പേർഷ്യൻ ഓഫ് ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് അറേബ്യൻ സീ. ഓക്കെ, പിന്നെ അതിന് നീളവും വീതിയും ഒക്കെയാണ്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഈ ഒരു ക്രൂഡ് ഓയിൽ എക്സ്പോർട്സ് സൗദി അറേബ്യ, ഇറാൻ, UAE, ഖത്തർ, ഇറാഖ് എല്ലാം ഈ വഴി കൂടെയാണ് പെട്രോളിയം ഡീസലും കപ്പലിൽ കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെ പെട്രോളിയം ഡീസലും കപ്പലിൽ കൊണ്ടുപോകുന്ന ഈ ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ ഒരു അസോസിയേഷനെ വിളിക്കുന്നവരാണ് OPEC നേഷൻസ്, ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓക്കെ, അപ്പൊ ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ എല്ലാ ഗ്യാസും കൊണ്ടുപോവുക. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് LNG സപ്ലൈ, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അത് ഖത്തറാണ് പ്രൊഡ്യൂസ് ചെയ്യുക, വേൾഡ്സ് ബിഗസ്റ്റ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു ഈ ഒരു PDF നോട്ടില് സമ്മർ സൊല്യൂഷൻ എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് പഠിച്ചു. ട്വിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്താണെന്ന് പഠിച്ചു, കാലിംഗഡ് എന്താണെന്ന് പഠിച്ചു, ആൻഡ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്താണെന്ന് പഠിച്ചു. നൗ we need to discuss one more topic. അടുത്തൊരു PDF-ലേക്ക് വരാം. ഓക്കെ, ഒരു മിനിറ്റ്. ആഷിഖ്, അടുത്ത സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? PDF വന്നവിടെ
എന്താ എഴുതിയേക്കുന്നടാ? India's digital economy. വെരി ഗുഡ്. അലീന ആൻഡോ? Yes. അൽഫോൺസ? ശരി, ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് അറ്റൻഡൻസ് വായിക്കുക. കാരണം നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഉണ്ടോ അതോ വല്ലോ ചായ പിടിക്കാൻ പോയെന്ന് അറിയാൻ വേണ്ടിയാണ്. അഞ്ജലി യെസ് എന്ന് പറഞ്ഞാൽ മതി. Yes, sir. അന്ന ഗിരീഷ്? Yes, sir. ആർഷ? Yes, sir. ആതിര ബിജു? Yes, sir. ക്രിസ്റ്റി? Yes, sir. ഹസ്ന? Yes, sir. ഇസ? Yes, sir. മരിയ? Yes, sir. മേരി? Yes, sir. നിരഞ്ജന? Yes, sir. രത്തൻ ഡേവിസ്? Yes, sir. രശ്മി? Yes, sir. സനീഷ്? Yes, sir. സൗമ്യ? Yes, sir. ശ്രീലക്ഷ്മി? Yes, sir. വൈഷ്ണവി? Yes, sir. നെക്സ്റ്റ് ഈസ് ദ ഇന്ത്യാസ് ഡിജിറ്റൽ എക്കണോമി. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ എക്കണോമി രാജ്യം നമ്മുടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇവിടെ ഉപയോഗിക്കുന്ന UPI അല്ലെങ്കിൽ QR കോഡ് സ്കാനിങ് പേയ്മെന്റ് ഇതൊന്നും ഉപയോഗിക്കുന്ന രാജ്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ഈവൻ അമേരിക്കയിൽ പോലും ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഡിജിറ്റൽ എക്കണോമിനെ പ്രൊമോട്ട് ചെയ്തു. കൊറോണയ്ക്ക് ശേഷം ഭയങ്കര അധികം നമ്മൾ ആ ഏരിയയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മറ്റുള്ള ഒരു ഗ്ലോബൽ വേൾഡ് റേഞ്ചിലേക്ക് പോലും, മറ്റു രാജ്യങ്ങളിലേക്ക് പോലും വ്യാപിപ്പിച്ചാൽ നല്ലതല്ലേ എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി എന്താ ചെയ്തെന്ന് വെച്ചാൽ ചില രാജ്യങ്ങളുമായിട്ട് നമ്മൾ എഗ്രിമെന്റിൽ പോകാറുണ്ട്. അവിടെ ചില പരിപാടികൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ബ്രിക്സ് ബിസിനസ് ഫോറം നമ്മുടെ പ്രധാനമന്ത്രി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അതിലെ 5 രാജ്യങ്ങളാണ്. B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. ഈ ബ്രിക്സ് നേഷൻസില് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഡിജിറ്റൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയും അത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. സോ ഇന്ത്യസ് ഡിജിറ്റൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ വാസ് എ പൊട്ടൻഷ്യൽ ഓഫ് $2.5 trillion എക്കണോമി. $2.5 ട്രില്യൺ എക്കണോമിയാണ്, വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, റീസെന്റ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഗൾഫ് രാജ്യത്ത് നിന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിലേക്ക് പൈസ അയക്കണമെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറോ UAE എക്സ്ചേഞ്ച് പോലെയുള്ള സെറ്റപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ ഇപ്പൊ എന്തായി, ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയപ്പോ ഈ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും എന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നു. ഓക്കെ, അതൊരു വലിയ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേഖലയിൽ, അതായത് ഡിജിറ്റൽ ഡെവലപ്മെന്റ് മേഖലയിൽ ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കമ്പനികളെ എല്ലാം ഡെവലപ്പ് ചെയ്തു. സോ ദർ ആർ മോർ ദാൻ 100 യൂണിക്കോൺ ഇൻ ഓർ 70,000 സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഈ യൂണിക്കോൺ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു കമ്പനി തുടങ്ങി, 1 മിനിറ്റ്, ഒരു എമൗണ്ട് ഉണ്ട് അതിന്, ജസ്റ്റ് നോക്കട്ടെ. യെസ്, അതായത് ഞാനിപ്പോ ഒരു ബിസിനസ്, ഞാനും ഒരു എന്റെ ക്ലാസ്സിലുള്ള ഒരു 4 പേരും ഞാനിവിടെ 5 ബിസിനസ്, അപ്പൊ ഞങ്ങൾ 5 പേര് ചേർന്ന് 5 ബിസിനസ് തുടങ്ങി വിചാരിക്കാം. അതിൽ എന്റെ ബിസിനസ് ഒരു വർഷം കഴിഞ്ഞപ്പോ എന്റെ ബിസിനസിന്റെ മൊത്തം വരുമാനം, അതായത് അതിന്റെ ആസ്തി എന്ന് പറയുന്നത് $1 ബില്യൺ US ആയി എന്ന് വിചാരിക്കുക. ഏത് കമ്പനിയാണോ $1 ബില്യൺ US അതിന്റെ വാല്യുവേഷൻ എത്തിക്കുന്നത്, ആ കമ്പനിനെയാണ് യൂണിക്കോൺ കമ്പനി എന്ന് വിളിക്കുക. അപ്പൊ ഇന്ത്യയിൽ തുടങ്ങിയ 70,000-ഓളം സ്റ്റാർട്ടപ്പുകളിൽ 100 കമ്പനികൾ യൂണിക്കോൺ കമ്പനിയായിട്ട് മാറി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാവുക. അപ്പൊ അവരങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയിലെ ഡിജിറ്റൽ എക്കണോമിയിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ,
അപ്പൊ ഇങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓൺലൈൻ വഴി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടാവില്ല. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് കൊടുക്കാത്ത പൈസ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞ, നമ്മളൊരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഒരു 4 ബുക്ക് നോട്ട്ബുക്കും ഒരു 2 പേനയും വാങ്ങിച്ചു. അപ്പൊ തന്നെ എത്രയായി? 200 രൂപയായി. ആ 200 രൂപ നമ്മൾ ക്യാഷ് ആയിട്ടല്ല കടക്കാരന് കൊടുക്കുക. അപ്പൊ ക്യാഷ് ആയിട്ട് കടക്കാരന് കൊടുക്കുമ്പോൾ കടക്കാരൻ അത് മേടിച്ച് പോക്കലിടും. അതിന് ബില്ല് അയാൾ തരുന്നുണ്ടോ? ഇല്ല. അയാൾ അത് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ 200 രൂപ എന്തായിട്ട് മാറി? ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് എക്കണോമിയായി, അല്ലെ ബ്ലാക്ക് മണിയായി. നേരെ മറിച്ച് നമ്മൾ 200 രൂപ ഗൂഗിൾ പേ വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെങ്കിലോ, QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുവാണെങ്കിലോ, അത് നേരെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 200 രൂപ വരുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ 200 രൂപ വന്നു കഴിഞ്ഞാൽ ആ ബാങ്ക് ആ കണക്കുകൾ ഇൻകം ടാക്സിന് കൊടുക്കും. അപ്പൊ ഇൻകം ടാക്സുകാർ ചോദിക്കും, തനിക്ക് എവിടുന്ന 200 രൂപ വന്നത്? അപ്പൊ അയാൾ പറയും, ഞാൻ ബുക്ക് വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പം ഇൻകം ടാക്സുകാർ പറയും, ആ 200 രൂപയിൽ 2 രൂപ ടാക്സ് അടയ്ക്കണം. അപ്പൊ ടാക്സ് അടച്ച പൈസേനെ നമ്മൾ എന്താ പറയാ? വൈറ്റ് മണി എന്ന് പറയും. ടാക്സ് അടയ്ക്കാത്ത പൈസേനെ ബ്ലാക്ക് മണി എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള സ്കാനിങ്ങും ഡിജിറ്റൽ മണിയും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ബ്ലാക്ക് മണി ഉണ്ടാവില്ല. അടുത്ത എന്താ? നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന് എല്ലാവർക്കും പൈസ കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കും, പെൻഷൻ കൊടുക്കണം. അപ്പൊ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, വേറെ ആരുടെയും കയ്യിൽ കൊടുത്തു വിടേണ്ട കാര്യമില്ല. നേരെ അയാളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പൊ തന്നെ അയാളുടെ ഫോണിൽ ഒരു SMS വരും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട്. ഇതിനെയാണ് DBT അഥവാ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അപ്പൊ അതിന്റെ വാക്കിന്റെ മീനിങ് കേട്ടാൽ മനസ്സിലാവും. ബെനിഫിറ്റ് നേരിട്ട് കൊടുക്കുവാണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ആണ് താഴെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, പുതിയ ജോബ് ഉണ്ടാവുന്നു, റവന്യൂ കൂടുന്നു, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ ഡെവലപ്പ് ആവുന്നു. നിങ്ങൾക്കറിയാം, അക്ഷയ സെന്ററിലൊക്കെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? അതൊക്കെ ഇലക്ട്രോണിക് ഇ ഗവേണൻസിന്റെ ഭാഗം. ഇതെല്ലാം എന്തിന്റെ കീഴിൽ വരും? ഈ ഡിജിറ്റൽ എക്കണോമിയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് വരിക. അവിടെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡിജി ലോക്കർ. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോ എനിക്ക് എന്റെ ബാങ്ക് SSLC ബുക്ക്, 10ാം ക്ലാസ്സിന്റെ ബുക്ക്, +2 സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ആധാർ കാർഡ്, ലൈസൻസ്, റേഷൻ കാർഡ്, ഇങ്ങനെയുള്ള എന്റെ എല്ലാ ഡോക്യുമെന്റുകളും ഞാൻ ഈ ഡിജി ലോക്കർ എന്നൊരു സംവിധാനത്തിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നതിനാണ് നമ്മൾ ഒഫീഷ്യൽ ഡോക്യുമെന്റ് വിൽ ബി സ്റ്റോർ ഇൻ സർട്ടൻ ക്ലൗഡ്സ് എന്ന് പറയാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഇതിന് പറയാം. അപ്പൊ അങ്ങനെ ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥലത്താണ്, സെർവറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്ഥലത്താണ് ഞാൻ സ്റ്റോർ ചെയ്തത്. അപ്പൊ എന്റെ വീട് പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമി ഉലുക്കത്തിൽ പെട്ടുപോയാലോ ഒക്കെ എന്റെ വീട്ടിലെ പേപ്പറുകൾ ഒക്കെ നശിക്കുന്നതിനൊപ്പം തന്നെ എന്റെ SSLC ബുക്ക് ഒക്കെ നശിച്ചു പോവാം. അങ്ങനെ പോയാലും എനിക്ക് ഡിജിറ്റൽ ലോക്കറിൽ ആ സാധനം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ സേഫ് ആണ്. ഓക്കെ, അതുപോലെയാണ് നമ്മൾ അടുത്തത് പറഞ്ഞത്, ഓൺലൈൻ പേയ്മെന്റ്സിന് വേണ്ടി UPI ഉപയോഗിക്കുന്നു. സോ UPI ആണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അതുപോലെ നമുക്ക് ഗൂഗിൾ ആപ്പ് പോലെ ഭീം ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ, എല്ലാവരും ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു മിഷൻ തുടങ്ങിയായിരുന്നു. അതുപോലെ ഭാരത് നെറ്റ് പ്രോജക്ട്, എല്ലാ കുഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി തുടങ്ങാൻ വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ OFC കേബിൾ വലിച്ച് അവിടെ എല്ലാം നെറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ തുടങ്ങി. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കണോമിയുടെ ഭാഗമാണ്. പിന്നെ അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് താഴെ നിങ്ങൾ വായിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞ നോട്ടുകളിൽ, അതായത് എന്റെ രണ്ടാമത്തെ PDF-ലെ ആദ്യത്തെ പോയിന്റ് എന്താ? ഡിജിറ്റൽ എക്കണോമിയെ കുറിച്ച്. നെക്സ്റ്റ് ആണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ റൈറ്റ് സൈഡ് മുകളില് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിലെ 2 ട്രൈബൽ ഗ്രൂപ്പുകൾ, മൊയ്ത്തോയ് ആൻഡ് കുക്കീസ് ആൻഡ് മൊയ്ത്തോയ് തമ്മിലുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പോരാട്ടത്തിന്റെ ബാക്കി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അന്നത്തെ കാര്യങ്ങൾ. അപ്പൊ അതിനോട് ചേർന്ന് വി ഹാവ് എ ബ്യൂട്ടിഫുൾ നാഷണൽ പാർക്ക് കേബിൾ ലംജാവോ. ഓക്കെ, അപ്പൊ അതൊരു ഹെറിറ്റേജ് പാർക്കായിട്ട് അതിനെ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ മൂവ് ടു ഷിഫ്റ്റ് പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് പാർക്ക് സൈറ്റ് ഇൻ മണിപ്പൂർ. ഒരു സമരം അതിനെതിരെ നടന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ന്യൂസിൽ വരാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലോ, മണിപ്പൂരിന്റെ ഗവൺമെന്റ് ഈ പറഞ്ഞതിനെ, ഈ ഒരു പാർക്കിനെ ഹെറിറ്റേജ് പാർക്ക് എന്ന് പറഞ്ഞ് ഈ കേബിൾ ലംജാവോ നാഷണൽ പാർക്കിനോട് ചേർന്ന് വേറൊരു സെറ്റപ്പ് പരിപാടി പ്ലാൻ ചെയ്യും. അതായത് ഹോട്ടൽ തുടങ്ങുന്ന പോലത്തെ പരിപാടി പ്ലാൻ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ വരുന്ന ആൾക്കാര് ഈ നാഷണൽ പാർക്കിനെ നശിപ്പിക്കും.
അപ്പം അതുകൊണ്ട് തന്നെ ബിഷ്ണുപൂർ ഡിസ്ട്രിക്റ്റിലുള്ള കേബിൾ ലംജാവിനോട് ചേർന്ന് ഹെറിറ്റേജ് പാർക്ക് പണിയാൻ അവര് സമ്മതിച്ചില്ല, നാട്ടുകാർ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് എന്ത് പ്ലാൻ എന്തായിരുന്നു? ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ മ്യൂസിയം ഓഫ് ദ ഇന്ത്യൻ നാഷണൽ ആർമി where the first Indian flag of independence was hosted near the Loktak Lake and the heritage park will attract tourists from the country and abroad. ഇതായിരുന്നു പ്ലാൻ. ഓക്കെ, അപ്പൊ ജനങ്ങൾ എതിർത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അങ്ങനെ ഒരു 6 കിലോമീറ്റർ മാറി വേറെ സ്ഥലത്ത് പണി, അങ്ങനെ ചെറിയ ഇമ്പോർട്ടന്റ് ന്യൂസ് വന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്, ദാറ്റ് ഈസ് KLMP. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ന്യൂസ്. അപ്പം കേബിൾ ലംജാവോ കഴിഞ്ഞാൽ പിന്നെ ഈ നോട്ടില് അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഫ്ലോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. തറ പരീക്ഷ. തറ പരീക്ഷ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. തറ എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഞാൻ അല്ല വേണം നമുക്കിപ്പോ ആലോചിക്കാം. അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ട് പ്രധാനമന്ത്രിയും കുറെ MP മാരും ജയിച്ചു പോയി. അപ്പൊ ഈ MP മാരില് ഏറ്റവും കൂടുതൽ MP മാരുള്ള പാർട്ടി ആയിരിക്കും ഒരു രാജ്യത്ത് അവരുടെ ഭരണം ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൈവെക്കണ്ടേ, അവര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് കൈവെക്കണം. അപ്പൊ അങ്ങനെ കൈവെക്കണമെങ്കിൽ ആ ഒരു പരീക്ഷ പാസ്സാവണം. അപ്പം അന്ന് അവിടെ വന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് ജയിച്ച അധികാരത്തിലേക്ക് പോകാൻ പറ്റൂ. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫ്ലോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗവർണേഴ്സ് പവർ ടു കോൾ ദ ഫ്ലോർ ടെസ്റ്റ്. അപ്പൊ പ്രസിഡന്റിനാണ് പാർലമെന്റിലെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ചുമതല വഹിക്കാൻ വേണ്ടി ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാത് ഗവർണർമാരാണ് അതാത് സ്റ്റേറ്റുകൾ നോക്കുക. അപ്പൊ റീസെന്റ് അതിവിടെ ന്യൂസിൽ വരാൻ കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയില് മഹാരാഷ്ട്ര എന്നൊരു സ്ഥലത്ത് ഈ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയില് ഓൾറെഡി ഭരിക്കുന്ന ഒരു പാർട്ടി BJP എന്നൊരു പാർട്ടിയാണ്. അവരോട് മത്സരിച്ച് ഭരിക്കുന്ന വേറൊരു പാർട്ടിയുണ്ട്, ശിവസേന എന്നൊരു പാർട്ടി. ബാൽ ഠാക്കറെ എന്ന് പറഞ്ഞ ഒരു നൊട്ടോറിയസ് മനുഷ്യൻ, ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാളുടെ പാർട്ടിയാണ് ശിവസേന. എന്നാൽ അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ശിവസേന പാർട്ടി രണ്ടായിട്ട് മുറിയുകയും, ഒന്ന് അയാളുടെ, രണ്ടല്ല 3-4 ആയിട്ട് മുറിഞ്ഞു. ഒന്ന് അയാളുടെ ഒരു മകൻ ശിവസേനയുടെ പാർട്ടിയുടെ അധികാരത്തിലെത്തുകയും രണ്ടാമത് അയാളുടെ ഒരു ശിഷ്യൻ വേറൊരു പാർട്ടി തുടങ്ങുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരാൾ ജയിച്ച് ആ ഒരു മഹാരാഷ്ട്രയുടെ സംസ്ഥാനം ഭരിക്കണമെങ്കിൽ അവിടെ എന്ത് തെളിയിക്കണം? ഫ്ലോർ ടെസ്റ്റ് തെളിയിക്കണം. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾ 174 ഇത്ര ഓർത്താൽ മതി, 2B വേണേ ഓർത്താൽ മതി. അവിടെ ആർക്ക് പവർ കൊടുക്കുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് പവർ ടു ദ ഗവർണർ ടു ഡിസോൾവ് ദ അസംബ്ലി ഓൺ ആൻ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ ക്യാബിനറ്റ്. അപ്പം ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ ഇപ്പൊ 10-28 സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവർണർമാരുണ്ട്. ആ സംസ്ഥാനത്ത് ഇലക്ഷൻ ജയിച്ച് വരുന്നവരെയാണ് ചീഫ് മിനിസ്റ്റർ ആക്കുക. അപ്പൊ ചീഫ് മിനിസ്റ്ററും ആ ജയിച്ചു വരുന്നവന്മാരും എല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു മുറിക്കകത്ത് കയറിയിരിക്കുന്നുണ്ട്. ആ മുറിനെയാണ് നമ്മൾ നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വിളിക്കുക. അപ്പൊ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് വരുന്നവരെല്ലാവരെയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ഇവിടെ ഇങ്ങനെ ഒരു അസംബ്ലി വേണ്ട എന്ന് പറയുകയും ആ സംസ്ഥാനത്ത് ഇനി ഞാനാണ് ഭരിക്കുന്നത് എന്ന് പറയാനും ഗവർണർക്ക് അധികാരമുണ്ട്. സോ ഗവർണർ ഹാസ് ദ പവർ ടു ഡിസോൾവ്, ഇല്ലാതാക്കി കളയാൻ പറ്റും. ഇങ്ങനെ അധികാരം കൊടുക്കുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പ്രൊവിഷനാണ്? 174(2B). അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ആ ജയിച്ചു വരുന്ന MLA-മാരും കുറെ MLA-മാരില് ഒരാൾ ചീഫ് മിനിസ്റ്ററും, എന്നിട്ട് അവര് ഭൂരിഭാഗം മജോറിറ്റി തെളിയിച്ചാൽ അവർക്ക് അധികാരത്തിലേക്ക് വരും. ഇനി എന്താ അടുത്ത് എഴുതിയേക്കുന്നത്? 174 കഴിഞ്ഞാൽ 175 ആണ്. അതിലെന്താ പറയാ? 175 പറയുകയാണ്, ഗവർണർ ക്യാൻ സമൻസ് the house and call for a floor test to prove whether the government has numbers. Okay, has numbers. അതായത് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, നീ ചീഫ് മിനിസ്റ്റർ ആകാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർ വേണം. ആ ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സമൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സമൻസ് എന്ന് പറഞ്ഞാൽ വിളിച്ചു കൂട്ടുക എന്ന് വിചാരിച്ചാണ്. ഒരു വിളിച്ചു കൂട്ടിയിട്ടാണ് ഇത് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നിയമസഭ നമ്മുടെ കേരളത്തിലും ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അങ്ങനെ ഒരു നിയമസഭയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്പീക്കർ. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് പണ്ടുണ്ടായ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ഇൻ 2020 സുപ്രീം കോടതി ശിവരാജ് സിംഗ് ചൗഹാൻ വേഴ്സസ് ഒരു കേസാണ്. upheld that the power of the speaker to call for a floor test
if it has a prima facie view that the government has lost its majority. ഒരു സ്റ്റേറ്റിലെ MLA എല്ലാവരും ചേർന്ന് ഒരു മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്തു. ആ മുഖ്യമന്ത്രിയെ ബാക്കി എല്ലാവരും കൈപൊക്കി സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു സമയം എത്തുമ്പോൾ അവിടുത്തെ ആ നിയമസഭയുടെ കാര്യങ്ങൾ നോക്കുന്ന സ്പീക്കർക്കോ ഗവർണർക്കോ തോന്നുവാണ് ഈ മുഖ്യമന്ത്രിക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല, ആരും സപ്പോർട്ട് ഇല്ല എന്ന് തോന്നിയാൽ അടുത്ത ദിവസം ആ സപ്പോർട്ട് തെളിയിക്കണം എന്ന് പറഞ്ഞ് അയാളോട് ഓർഡർ കൊടുക്കാൻ പറ്റും. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ആ പറയുന്ന ദിവസങ്ങളില് എല്ലാരും വിളിച്ച് എല്ലാരും അയാൾക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ കൈകൊടുക്കണം. ഇതിനെയാണ് ഫോർട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചു. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ 163 എന്നൊരു പോയിന്റ് പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ടു എയ്ഡ് ദ അഡ്വൈസ് ഓഫ് ഗവർണർ. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തൊട്ട് കുറെ മന്ത്രിമാരെ കൂടെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതിന്റെ താഴെയാണ് കൂടെ ജയിച്ചു വന്ന മറ്റ് MLA-മാരുണ്ടാവുക. ഇതുപോലെ തന്നെയാണ് പാർലമെന്റിലും. അവിടെ MLA-മാർക്ക് വരെ MP-മാരാവുന്നു മാത്രം. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ 163 ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ താഴെ എഴുതിയുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നോട്ട് ഈസ് ഇന്ത്യാസ് ഹെൽത്ത് ഇൻട്രസ്റ്റ്. വലിയൊരു പ്രോബ്ലം ആണ് നമ്മുടെ രാജ്യം നേരിടുന്നത്. നമ്മുടെ ഇന്ത്യയില് പല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. കാരണം ഇന്ത്യയിലെ ഉദാഹരണം പറഞ്ഞു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനികൾ എന്തൊക്കെ കെമിക്കൽസ് ആണ് ചേർത്ത് ഇവിടെ കച്ചവടം ചെയ്യുന്നതെന്ന് നോക്കാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും വലിയ കാര്യപ്പെട്ട പവറുള്ള മെഷീനറി സംവിധാനങ്ങളില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആൻഡ് ദ ഹീൽ ബൈ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഓക്കെ, എന്നിട്ട് ഒരു ഓൺലൈൻ റെപ്പോസിറ്ററി ഓഫ് ഓൾ കാറ്റഗറി ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഇൻ ദ കൺട്രി. ഈ റെപ്പോസിറ്ററി എന്നുള്ള വാക്കിന്റെ അർത്ഥം വേറൊന്നുമില്ല, എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുത്തു വെക്കുക. ഒരു ഡയറി ഉണ്ടാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ആ ഡയറിക്കകത്ത് എന്തുണ്ട്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ, എവിടുത്തെ? ഇന്ത്യയിലുള്ള എല്ലാവരെയും. അപ്പൊ ആ ഒരു ഫുൾ ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ഡിജിറ്റൽ ഡയറിയിൽ എല്ലാം എഴുതി വെച്ചു. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ അസൈൻ ചെയ്യാൻ പറ്റില്ലേ? ദാറ്റ്സ് ഇറ്റ്. ആ ഒരു പോയിന്റ് ആണ് പത്രത്തിൽ വരാനുള്ള റീസൺ അത് തന്നെ. ഓക്കെ, അപ്പൊ ഇതില് ഇന്ത്യയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ചില പേടികൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പ്രവചിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയില് 2 മില്യൺ ഡോക്ടേഴ്സിന്റെയും നഴ്സിംഗ് പ്രൊഫഷണൽസിന്റെയും ആവശ്യമുണ്ട്. കാരണം അത്രയധികം രോഗികളും പോപ്പുലേഷനും കൂടി വരാറുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ പലരും പറയാറുണ്ട് +2 കഴിഞ്ഞിട്ട് ഞാൻ MBBS-നാണ് പോവാ, അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ പോവാന്ന്. MBBS-ന് പോകാനും അതുപോലെ നഴ്സിംഗിന് പോയാലും ഇപ്പോഴും ജോലി സാധ്യതകൾ ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യ പോലെ രാജ്യത്ത് ജോലി ഉണ്ടെങ്കിലും സാലറിയുടെ കേസിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നേഴ്സുമാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ദേ വിൽ മൈഗ്രേറ്റ് സംഭവം. ഓക്കെ, ബാക്കിയുള്ള പാരഗ്രാഫിലെ പോയിന്റ്സ് നിങ്ങൾ വായിച്ചാൽ. അപ്പൊ ഈ ഒരു നോട്ടില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള എന്താ? ഇറ്റ്സ് അബൌട്ട് ദ ഡിജിറ്റൽ എക്കണോമി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദ കേബിൾ ലെംജാവോ നാഷണൽ പാർക്ക്. തേർഡ് വൺ ദ പവർ ഓഫ് ദ ഗവർണർ related to the floor test, and the fourth point is WHO അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻട്രസ്റ്റ് പ്രോഗ്രാം.